അപ്പോ ഇതിന്റെ താഴെ വന്ന് പലരും ചോദിക്കും, അപ്പോ പ്രധാനമന്ത്രിയെ ജാൻമണി അങ്ങനെ പറഞ്ഞല്ലോ. ജാൻമണി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ജാൻമണി അങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തെ വിമർശിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് പൊതുപ്രവർത്തകരാണെങ്കിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. മാന്യമായ ഭാഷയിൽ റെസ്പെക്ട് കൈവിടാതെ വേണം ഓരോരുത്തരെയും വിമർശിക്കാൻ. ആ നിലയ്ക്ക് ജാൻമണി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. എവിടെയാണ് ജാൻമണി? ജാൻമണിയെ കാണുവാനില്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണോ ശരിക്കും പറഞ്ഞത്? പ്രധാനമന്ത്രിയുടെ അമ്മയും ആ ഒരു തരത്തിൽ അപമാനിച്ചുകൊണ്ടുള്ള കാര്യം പറഞ്ഞ ജാൻമണിക്കെതിരെ കേസ് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും FIR രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അത് BJPയുടെ തന്നെ നേതാക്കൾ ഉൾപ്പെടെ മഹിളാ മോർച്ചകൾ ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ജാൻമണി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ജാൻമണി പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു കാര്യം, അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ പല സ്ഥലങ്ങൾ, അതായത് ഈ പറയുന്ന രീതിയിൽ നാഷണൽ ലെവലിൽ ഇപ്പോൾ മറ്റു ചാനലുകളിൽ ഉൾപ്പെടെ ഈ പറയുന്ന രീതിയിൽ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ തമിഴ് ചാനലുകളിലും ഒക്കെ ഇതിപ്പോൾ വാർത്തയായി മാറുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ കുറേയധികം ഹിന്ദിക്കാരുൾപ്പെടെ, ഹിന്ദി ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന തരത്തിലോട്ട് വീഡിയോ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്താ പറയാ അല്ലേ? ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ജാൻമണിക്കുണ്ടായ ഒരു ഇതെന്ന് നോക്കണേ. ഇതാണ് പറയുന്നത് പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത തരം റീച്ച് ആയിപ്പോയി ജാൻമണിക്ക് കിട്ടിയതെന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു തരം വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ എവിടെ പോയി ജാൻമണി? കാണാനില്ല, കേൾക്കാനില്ല, മറ്റത് എന്താ പറയാ? ഓരോ സ്ഥലത്ത് നിന്നുകൊണ്ട്, ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് എന്തൊക്കെ പറയണം മോദിയെ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ. ഇപ്പൊ ഒന്നുമില്ല. ആ പറയുന്ന മാപ്പ് വീഡിയോയ്ക്ക് ശേഷം ആളെവിടെ പോയെന്നോ ആളെന്താണെന്നോ ഏതാണെന്നോ ഒരു അറിവും ഇല്ലാത്ത തരത്തിലോട്ടാണെന്ന് തോന്നുന്നു കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും പെട്ടു എന്നുള്ളത് ഉറപ്പാണ്. ഈ പകത്താവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിലൂടെ തന്നെ ഇപ്പോൾ ജാൻമണിയുടെ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, എങ്ങനെ പറയണം എന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് ഈ പറയുന്ന തോതിൽ മറ്റു പലരുടെയും കയ്യടിക്ക് വേണ്ടിയിട്ട് അങ്ങ് വായി തോന്നുന്ന എന്ത് ചെറ്റത്തരവും വിളിച്ചു പോകുന്ന കണക്കിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവസാനം പെടുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാൻമണി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇവരെ അതുവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നവരൊക്കെ തന്നെ ഇപ്പൊ എവിടെ പോയെന്ന് തന്നെ ആർക്കും ഒരു പിടുത്തവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവരൊക്കെ തന്നെ കൈവിട്ടു. എന്തായാലും സ്വയമേ വരുത്തി വെച്ച ഒരു വിനയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനിയെങ്കിലും ജാൻമണി ഒരു കാര്യം ഓർക്കുക, ആരെയും എന്തും അങ്ങ് വിളിച്ച് പറയാനായിട്ടുള്ള ലൈസൻസ് ഒന്നും ഇന്ത്യയിൽ ആർക്കും തന്നിട്ടില്ല. വിമർശിക്കാം, ഒരു പരിധിവരെ ആരെയും വിമർശിക്കാം, അതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആ വിമർശിക്കുന്നതിനിടയിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് വിമർശനത്തിന്റെ പേരിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലോട്ടുള്ള പച്ചയായിട്ടുള്ള ചെറ്റത്തരം വിളിച്ച് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന് 16ന്റെ പണി കിട്ടേണ്ടിടത്തുനിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് വ്യക്തം. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക.